കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും ചേർന്ന് പൂജയും വഴിപാടുകളെല്ലാം കഴിഞ്ഞ് അവർ അമ്പലത്തിന്റെ തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തിന് ഒരു അമ്മായി വന്ന് ചോദിച്ചു, അല്ല നിങ്ങളൊക്കെ ആരാ മക്കളെ, നിങ്ങളെ ഇതുവരെയായിട്ടും ഇവിടെ കണ്ടിട്ടില്ല എന്ന് ചോദിക്കും. ആ സമയത്ത് തന്നെ ലളിത അവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതെ, ഇത് ഭാസ്കരന്റെ മക്കളായി ഇരിക്കുന്നത്. ഓ ഭാസ്കരനോ, ആ ഭാര്യയെ കൊന്ന ആളല്ലേ എന്ന് ചോദിക്കാണ് ആ അമ്മായി. അത് കേട്ട ഉടനെ തന്നെ ഭാസ്കരൻ അങ്ങ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോവും. ആ ഒരു വാക്ക് കൂരമ്പ് പോലെയാണ് ഭാസ്കരന്റെ നെഞ്ചിലേക്ക് അങ്ങ് തറച്ചു കയറിയത്. അത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന സമാധാനമെല്ലാം ഒറ്റയടിക്കങ്ങ് ഇല്ലാതായി. ഭാസ്കരന്റെ മുഖം വിളറി വെളുത്തു. പഴയ ഓർമ്മകളും കുറ്റബോധവും അയാളെ വല്ലാതെ വേട്ടയാടാൻ തുടങ്ങി. ചുറ്റുമുള്ളവരൊക്കെ തന്നെ ഒരു കൊലപാതകിയായി മാത്രമേ കാണുന്നുള്ളൂ എന്ന തിരിച്ചറിവ് അയാളെ വല്ലാതെ തളർത്തി. ഒന്നും മിണ്ടാതെ തല കുനിച്ചുകൊണ്ടാണ് ഭാസ്കരൻ അവിടെ നിന്നും പോയത്. ഇത് കണ്ട ലളിതയുടെ മുഖത്ത് വല്ലാത്തൊരു ചിരി പടർന്നു. മറ്റുള്ളവരുടെ സങ്കടം കാണുന്നത് അവൾക്ക് എപ്പോഴും ഒരു രസമായിരുന്നല്ലോ. ലളിത ഉടനെ തന്നെ എല്ലാവരും കേൾക്കാൻ പാകത്തിന് തന്നെ പറഞ്ഞു, അതെ, ഭാര്യയെ കൊന്ന ആ വലിയ പാപം തീർക്കാനായിരിക്കും ഇപ്പോൾ ഈ അമ്പലത്തിലൊക്കെ വന്ന് വഴിപാടും പശ്ചാത്താപമൊക്കെ ചെയ്യുന്നത്. അല്ലാതെ പിന്നെന്തിനാ? സ്വന്തം അമ്മയുടെ വായിൽ നിന്നും ഇത്രയും നല്ലൊരു വിഷം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ സുനന്ദക്കത് തീരെ അങ്ങ് സഹിച്ചില്ല. അവൾ ദേഷ്യത്തോടെ ലളിതയെ നോക്കി, എന്താ അമ്മ ഇത്? അമ്മക്കെന്താ വട്ടായോ? ഇതെന്താ ഇപ്പോൾ ഇവിടെ വിളിച്ചു പറയാൻ പറ്റിയ സമയം? സുനന്ദ ശബ്ദമുയർത്തി, ഞാനെന്താണ് ഇപ്പോൾ ഇത്ര വലിയ തെറ്റ് പറഞ്ഞത്? ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞുള്ളൂ. ലളിത ഒട്ടും വിട്ടുകൊടുക്കാതെ തർക്കിച്ചു. ഇത് കേട്ട് ദേഷ്യം വന്നിരുന്നുവെങ്കിലും സുഭാഷ് വളരെ സംയമനത്തോടെയാണ് സംസാരിച്ചത്. അവർ അമ്മായിയുടെ നേരെ തിരിഞ്ഞു. അമ്മായി, നമ്മൾ തമ്മിൽ സ്വത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ പ്രശ്നങ്ങളോ തർക്കമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ അമ്പലത്തിൽ വെച്ച് സംസാരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊരു പുണ്യസ്ഥലമല്ലേ? സുഭാഷ് ചോദിച്ചു. എടാ, ഇതൊന്നും ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുന്ന കാര്യമൊന്നുമല്ലല്ലോ. നിന്റെ അമ്മയെ കൊന്നിട്ട് നിന്റെ അച്ഛൻ ജയിലിൽ പോയ കാര്യം ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്നതല്ലേ. പിന്നെ ഞാനായിട്ട് എന്തിനാ മറച്ചു വെക്കുന്നത്? അമ്മായി വിടാൻ ഭാവമില്ലായിരുന്നു. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ മണി വേഗം തന്നെ അവരുടെ ഇടയിലേക്ക് കയറി. മതി മതി, വേണ്ട അമ്മായി, ഇനി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കണ്ട. തർക്കം വേണ്ട. നാളെ നല്ലൊരു ദിവസമാണ്. അപ്പോൾ അതിൻ്റേതായിട്ട് പൂജയും വഴിപാടൊക്കെ നടത്താനുണ്ട്. നിങ്ങൾ എന്തായാലും ഇപ്പം തന്നെ വന്നത് നന്നായി. മണി സംസാര വിഷയം മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സുഭാഷിന് സംശയമായി. അതെന്താ ചേട്ടൻ നാളത്തെ ദിവസത്തിന് അത്ര വലിയൊരു പ്രത്യേകത? അവൻ ചോദിച്ചു. അതെ സുഭാഷേ, നാളെ ഈ കുടുംബക്ഷേത്രത്തിൽ സാധാരണ നമ്മൾ നടത്തുന്നതിൽ വളരെയധികം വ്യത്യസ്തമായ രീതിയിലുള്ളൊരു പൂജയാണ് നടക്കുന്നത്. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങളുടെ കുടുംബാംഗത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ വേണം ആ പൂജ ചെയ്യാൻ. അതാണ് ഇവിടുത്തെ ആചാരം, മണി വിശദീകരിച്ചു. ഇത് കേട്ട് ലളിത പെട്ടെന്ന് തന്നെ പരിഹാസത്തോടെ ചിരിച്ചു. സ്ത്രീകൾ നടത്തേണ്ട പൂജയോ? എങ്ങോട്ടേക്ക്? ഇവരുടെ കുടുംബത്തിൽ അതിന് ഏതെങ്കിലും ഒരു സ്ത്രീ ഇങ്ങനെ പൂജയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇനിയിപ്പോൾ ഏത് സ്ത്രീയോ ഇവർക്ക് വേണ്ടിയിട്ട് പൂജ ചെയ്യാനൊക്കെ പോകുന്നത്? ലളിത പുച്ഛത്തോടു കൂടി ചോദിച്ചു. മണി ലളിതയൊന്ന് തുറച്ചു നോക്കി. അല്ല മണി, സ്ത്രീകൾ ചെയ്യേണ്ട പൂജയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ പുരുഷന്മാർ ചെയ്യേണ്ട എന്തെങ്കിലും പൂജയോ വഴിപാടോ ഇവിടെ വേറെയുണ്ടോ? സുഭാഷ് വീണ്ടും ചോദിച്ചു. ഇവിടേക്ക് വന്ന തിരുമേനി സുഭാഷിന്റെ ചോദ്യത്തിന് അങ്ങ് മറുപടി പറയാണ്. ഇല്ല കുട്ടി, ഇതൊരു പ്രത്യേക തരം പൂജയാണ്. ഇത് സ്ത്രീകൾ തന്നെ ചെയ്യണം. അതാണ് ഇവിടുത്തെ ചിട്ട. പെട്ടെന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ നിധി മുന്നോട്ട് വന്നത്. അവളുടെ കണ്ണുകളിൽ വല്ലാത്ത ഒരു തീരുമാനമുണ്ടായിരുന്നു. സ്ത്രീകൾ ചെയ്യണമെന്നല്ലേ നിർബന്ധമുള്ളൂ? എങ്കിൽ പിന്നെ ആ പൂജ ഞാൻ ചെയ്തോളാം. ഞാനും ഈ കുടുംബത്തിലൊരു അംഗമല്ലേ? നിധി വളരെ ഉറപ്പോടെ പറഞ്ഞു. നിധി അങ്ങനെ പറയുമെന്നത് ലളിത ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ലളിതയുടെ മുഖത്ത് പുച്ഛമങ്ങ് മാറി. അവിടെ വല്ലാത്തൊരു ദേഷ്യവും അസൂയയും നിറഞ്ഞു. അവൾ നിധിയൊന്ന് രൂക്ഷമായി നോക്കി. എന്ത് പൂജയാണ് ഞാൻ ചെയ്യേണ്ടത് തിരുമേനി? എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് കൃത്യമായി തന്നെ ചെയ്തോളാം, നിധി വീണ്ടും പറഞ്ഞു. അപ്പോഴാണ് സുധീഷ് അങ്ങോട്ടേക്ക് വന്നത്. അവൻ നിധിയുടെ കൈകൾ ഇങ്ങനെ പതുക്കെ പിടിച്ച് അവളോട് ചോദിച്ചു, താൻ ഇതെന്താ ഈ പറയുന്നത്? എന്ത് പൂജ, എങ്ങനെയാണെന്നൊന്നും ഒരു വിവരമില്ലാതെ താൻ എന്തിനാ ഇതൊക്കെ കയറി അങ്ങ് ഏറ്റെടുക്കുന്നത്? നിധി സുധീഷിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ ശബ്ദം താഴ്ന്നെങ്കിലും അതിൽ പൂർണ്ണമായ ഉറപ്പുണ്ടായിരുന്നു. സുധീഷെ, എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഇവർ ആവശ്യമില്ലാത്തതൊക്കെ പറയുന്ന സമയത്ത് തന്നെ ഞാൻ വെറുതെ നോക്കി നിൽക്കണമെന്നാണോ നീ ഈ പറയുന്നത്? എന്താണെങ്കിലും ശരി, സുഭാഷേട്ടൻ നിന്റെ വിവാഹം നടക്കാനായിട്ട് എന്ത് തടസ്സമുണ്ടെങ്കിലും അത് മാറ്റാൻ നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്നിട്ട് നമ്മളിവിടെ നിന്നും ഇനി തിരിച്ചു പോകുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ട് എന്ത് കഷ്ടപ്പാട് സഹിക്കാനും ഞാൻ തയ്യാറാണ്. നിധിയുടെ ഈ വാക്കുകൾ ലളിതയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. നിധിക്ക് ആ പൂജ ചെയ്യാനുള്ള അവസരം കൊടുത്താൽ പിന്നെ അത് തനിക്ക് വലിയൊരു കുറച്ചിലാകുമെന്ന് ലളിതയ്ക്ക് തോന്നി. ഉടനെ തന്നെ ലളിത മുന്നോട്ട് വന്ന് വിളിച്ചു പറഞ്ഞു, എന്താണെങ്കിലും ആ പൂജ ഞാൻ തന്നെ ചെയ്തോളാം, വേറൊന്നും ചെയ്യേണ്ട. മണി ഇത് കേട്ടങ്ങ് തലയാട്ടി. ആ എങ്കിൽ ശരി, നാളെ അതിനായിട്ട് എല്ലാവരും തയ്യാറെടുത്ത് വന്നോളൂ. എന്താണ് പൂജയെന്നോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു സമയമൊക്കെ മണി അവരോടൊന്നും പറഞ്ഞില്ല. സുനന്ദക്കും ലളിതയ്ക്കും ആ പൂജയെക്കുറിച്ച് കൃത്യമായിട്ട് തന്നെ അറിയാമായിരുന്നു. കാരണം മുൻപ് അവർ അത് ചെയ്തിട്ടുള്ളതാണല്ലോ. വളരെ കഠിനമായ വ്രതത്തോടു കൂടി ചെയ്യേണ്ട ഒന്നാണ് ആ പൂജ. പക്ഷേ നിധിക്ക് അതിനെക്കുറിച്ച് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല. മനസ്സിൽ നിറയെ ചോദ്യങ്ങളുമായി എല്ലാവരെയും അമ്പലത്തിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചയച്ചു.
രാത്രി ഏറെ വൈകിയിരുന്നു. അമ്പലത്തിലെ സംഭവങ്ങളെക്കുറിച്ച് സംസാരിച്ച് എല്ലാവരും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. പഴയ ആ തറവാട്ട് വീടിൻ്റെ ഇടനാഴിൽ ഇരുട്ട് പടർന്നു തുടങ്ങിയിരുന്നു. ആ സമയത്താണ് ചാന്ദിനി കുളിക്കാനായി ബാത്റൂമിലേക്ക് പോയത്. ബാത്റൂമിനകത്ത് നല്ല ഇരുട്ടായിരുന്നു. അവൾ സ്വിച്ച് തപ്പി നോക്കിയെങ്കിലും അതൊന്നും കിട്ടിയില്ല. പേടി തോന്നി അവൾ ഹിന്ദിയിൽ എന്തൊക്കെയോ പിറുപിറുക്കാൻ തുടങ്ങി. അതുവഴി വന്ന സുനന്ദ അത് കേട്ടു. എന്താ മോളെ, എന്ത് പറ്റി? സുനന്ദ ചോദിച്ചു. അത് അങ്ങോട്ട് ലൈറ്റില്ല, ഭയങ്കര ഇരുട്ടാ, ചാന്ദിനി മുറിഞ്ഞ മലയാളത്തിൽ പറഞ്ഞു. ഓ, ഇതാണോ കാര്യം? ആ ബാത്റൂമിലെ ലൈറ്റ് സ്വിച്ചൊക്കെ ഞങ്ങൾ കിടക്കുന്ന റൂമിലാ. നിക്ക്, ഞാൻ ഇപ്പോൾ ഇട്ട് തരാമെന്ന് പറഞ്ഞ് സുനന്ദ വേഗം തന്നെ മുറിയിലേക്ക് പോയിട്ട് സ്വിച്ച് ഓൺ ചെയ്തു. പെട്ടെന്നല്ലേ ലൈറ്റ് വന്നപ്പോൾ ബാത്റൂമിൻ്റെ പരിസരമാകെ അങ്ങനെ വെള്ളത്തിലായിരുന്നു. ഇരുട്ടിലായിരുന്നത് കൊണ്ട് തന്നെ താഴെ തറയിൽ വെള്ളം കിടക്കുന്നത് ആരും കണ്ടില്ല. ചാന്ദിനിയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് സുഭാഷ് അങ്ങോട്ടേക്ക് വന്നത്. എന്താ ഇവിടെ നടക്കുന്നത് നോക്കാൻ അവൻ ഇങ്ങനെ ഇടനാഴിലൂടെ നടന്നു വരികയാണ്. ചാന്ദിനി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ തറയിലെ വെള്ളത്തിലങ്ങ് ചവിട്ടി അവളുടെ കാല് വല്ലാതങ്ങ് തെന്നി. അയ്യോ എന്നൊരു ചെറിയ നിലവിളിയോടുകൂടെ അവൾ പിന്നിലേട്ടങ്ങ് വീഴാൻ പോയി. പെട്ടെന്നാണ് അവിടേക്ക് എത്തിയ സുഭാഷ് അത് കണ്ടിട്ട് ഒട്ടും തന്നെ ചിന്തിക്കാതെ അവൻ മുന്നോട്ടാഞ്ഞുകൊണ്ട് കുതിച്ച് ചാന്ദിനി തറയിൽ വീഴുന്നതിന് തൊട്ടു മുൻപ് തന്നെ സുഭാഷ് ബലമുള്ള കൈകൾ കൊണ്ട് അവളെ അങ്ങ് അരക്കെട്ടിലൂടെ അങ്ങ് ചുറ്റി അവളെങ്ങ് താങ്ങി നിർത്തി. ആ ഒരു നിമിഷം അവിടെ നിശബ്ദത പരന്നു. ചാന്ദിനിയുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. പേടി കാരണം അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നു. പതുക്കെ അവൾ കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടത് തൊട്ടു മുൻപിൽ നിൽക്കുന്ന സുഭാഷിൻ്റെ മുഖമാണ്. ആ നോട്ടങ്ങൾ തമ്മിൽ ഉടക്കി വല്ലാത്തൊരു നിശബ്ദത അവർക്കിടയിൽ നിറഞ്ഞു നിന്നു. അപ്പോഴാണ് സുനന്ദ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നത്. അവൾ കണ്ടത് പരസ്പരം നോക്കി പ്രണയാദ്രമായി നോക്കി നിൽക്കുന്ന സുഭാഷിനെയും ചാന്ദിനിയെയുമാണ്. സുനന്ദയെ കണ്ടപ്പോൾ സുഭാഷ് പെട്ടെന്ന് ചാന്ദിനിയിൽ നിന്നും കൈകൾ ഇങ്ങനെ പിൻവലിച്ചു. അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു ചമ്മൽ നിറഞ്ഞു നിന്നിരുന്നു. അത് അവൾക്ക് വെള്ളം കിടക്കുന്നത് കണ്ടില്ല. അതുകൊണ്ടാ തെന്നി വീഴാൻ പോയപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് അവളെങ്ങനെ പിടിച്ചതാ. സുഭാഷ് വാക്കുകൾ തപ്പിപ്പിടിച്ചുകൊണ്ട് സുനന്ദയോട് പറഞ്ഞു. ഹാ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, സുനന്ദ ഒരു കള്ളച്ചിരിയോട് പറഞ്ഞു. ചാന്ദിനി നാണത്തോടുകൂടെ തല കുനിച്ച് വേഗം തന്നെ ബാത്റൂമിലേക്ക് പോയി. അവിടെ നിൽക്കാൻ വല്ലാത്തൊരു മടി തോന്നുന്നുണ്ടായിരുന്നു. സുഭാഷ് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മാറി നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സുധീഷ് അങ്ങോട്ടേക്ക് വന്നു. എന്താ സുനന്ദ ഇവിടെ ഒരു ശബ്ദം കേട്ടത്? അവൻ ചോദിച്ചു. സുനന്ദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നുമില്ല സുധീഷേ, ആ ചാന്ദിനി കുളിക്കാൻ വന്നപ്പോൾ തെന്നി വീഴാൻ പോയി. നമ്മുടെ സുഭാഷേട്ടൻ വന്ന് അവൾ വീഴാതെങ്കിൽ പിടിച്ച് രക്ഷപ്പെടുത്തി. ഓ, അങ്ങനെയാണോ കാര്യങ്ങൾ? സുധീഷ് കളിയാക്കി ചിരിച്ചു. അല്ല സുധീഷേ, ആ കുട്ടി എവിടെയുള്ളതാ? മുൻപേ ഒന്നും കണ്ടിട്ടില്ലല്ലോ, സുനന്ദ ആകാംക്ഷയോട് ചോദിച്ചു. അവൾ ബംഗാളിലുള്ളതാ. സുഭാഷേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അവിനാശ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനില്ലേ, അവൻ്റെ പെങ്ങളാ. ആ കുട്ടിക്ക് അവൾ ആഗ്രഹിക്കാത്ത ഏതൊരു കല്യാണാലോചന വന്നു. അവൾക്ക് അതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ സുഭാഷേട്ടനാ പറഞ്ഞത് നമ്മുടെ വീട്ടിലേക്ക് നിന്നാൽ മതിയെന്ന്. പ്രശ്നങ്ങളൊക്കെ മാറുമ്പോൾ തിരിച്ചു കൊണ്ടുപോകാമെന്ന് കരുതിയിട്ടാ. സുധീഷ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. സുനന്ദ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്തായാലും അവർ തമ്മിൽ നല്ല ചേർച്ചയാണല്ലോ. സുഭാഷേട്ടന് സമ്മതമാണെങ്കിൽ ചാന്ദിനിയും സുഭാഷേട്ടനും തമ്മിൽ വിവാഹം ആലോചിച്ചാൽ അതല്ലേ നല്ലത്. കാണാനും നല്ല ജോഡിയാ. ഇത് കേട്ട് സുധീഷ് അങ്ങ് ഉറക്കെ ചിരിച്ചു. എനിക്കതിൽ വലിയ താല്പര്യമുള്ള കാര്യമാ. പക്ഷേ എന്ത് ചെയ്യാനാ? സുഭാഷേട്ടൻ ഏത് പെൺകുട്ടികളെ കണ്ടാലും എല്ലാവരും സഹോദരിമാരാണെന്നേ പറയുള്ളൂ. ഈ കല്യാണക്കാര്യം പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതെന്താ അങ്ങനെ? ഈ സുഭാഷേട്ടനെ ഏത് പെണ്ണാ ആഗ്രഹിക്കാത്തത്? അത്രക്ക് നല്ല സ്വഭാവമല്ലേ? സുനന്ദ സുഭാഷിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ലളിത അങ്ങോട്ടേക്ക് വന്നത്. ലളിതയെ കണ്ടപ്പോൾ സുനന്ദ സംസാരം നിർത്തി വേഗം തന്നെ അവിടെ നിന്നങ്ങ് നടന്നു പോവാണ്. സുധീഷ് ഒട്ടും സമയം കളയാതെ തൻ്റെ റൂമിലേക്കും പോയി. ആ വലിയ വീട്ടിലെ ലൈറ്റുകൾ ഓരോന്നോരോന്നായി അണഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്നെ അഖിലിൻ്റെ മനസ്സിൽ വലിയൊരു പദ്ധതി രൂപപ്പെടുന്നുണ്ടായിരുന്നു. രാവിലെ തന്നെ അവൻ ഹരീഷിനെ വർക്ക്ഷോപ്പിൻ്റെ അവിടേക്കും വീട്ടിലേക്കൊക്കെ പോയി. ഹരീഷ് അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ എന്തോ ആവശ്യത്തിന് 1-2 ദിവസത്തേക്ക് എറണാകുളത്തേക്ക് പോയിരിക്കുകയാണെന്ന് അഖിലിന് മനസ്സിലായി. ഇതാണ് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമെന്ന് അഖിൽ ഉറപ്പിച്ചു. നീതുവിനെ എങ്ങനെയെങ്കിലും ഹരീഷിൽ നിന്നും അകറ്റണം. അവൻ അവളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞ് എല്ലാവരെയും ഇങ്ങനെ വെല്ലുവിളിച്ചിരിക്കുകയാണല്ലോ. ഈ തക്കം നോക്കി തൻ്റെ ഒരു സുഹൃത്തുമായി നീതുവിൻ്റെ വിവാഹം നടത്താൻ തന്നെ അഖിൽ തീരുമാനിച്ചു. അവനാണെങ്കിൽ നീതുവിനെ പണ്ടേ വലിയ ഇഷ്ടമായിരുന്നു. അഖിൽ നേരെ വീട്ടിലേക്ക് ചെന്ന് അവനോടും അമ്മയോടൊക്കെ സംസാരിച്ചു. അച്ഛാ, ഹരീഷ് നാട്ടിലില്ല. ഈ ഗ്യാപ്പിൽ നമുക്ക് നീതുവിൻ്റെ കല്യാണം നടത്തണം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവന് നീതുവിനെ വിവാഹം കഴിക്കാൻ വലിയ താല്പര്യമാണ്. അവൻ നല്ലൊരു പയ്യനാച്ചാ. അവൾ സമ്മതിക്കില്ല എന്നറിയാം. അതുകൊണ്ട് നമുക്കൊന്നും പറയാതെ തന്നെ അവൾ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ കല്യാണം അങ്ങ് നടത്താം. ഇപ്പോഴാണെങ്കിൽ നല്ല സമയമാണ്. ഹരീഷിനെ എല്ലാവർക്കും തീരെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ നീതുവിൻ്റെ വീട്ടുകാരും ആ ഒരു കല്യാണത്തിന് ഉടനെ തന്നെ സമ്മതം മൂളി. അഖിൽ പതിയെ നീതുവിൻ്റെ അടുത്തേക്ക് ചെന്ന് വളരെ സ്നേഹം നടിച്ചുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു. നീതു, നീ വേഗം റെഡിയായിട്ട് വാ, നമുക്കൊന്ന് അമ്പലം വരെ പോകണം. നീതു സംശയത്തോടു കൂടി അവനെ നോക്കി. എന്തിന്? ഇതെന്താ പതിവില്ലാതെ എന്നെ കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നത്? എന്താ നിനക്ക് ഇങ്ങനൊരു തോന്നല്? അതൊന്നുമല്ലേടി, ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണമാണ്. അപ്പോൾ അവൻ നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് വിളിച്ച് വലിയ നിർബന്ധം. അതുകൊണ്ടാ.
അഖിൽ വളരെ സ്വാഭാവികമായി തന്നെ കള്ളം പറഞ്ഞു. ഓ അതാണോ കാര്യം, എങ്കിൽ പിന്നെ ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞ നീതു എഴുന്നേക്കാണ്. നീ ഒരു കാര്യം ചെയ്യേ, പോകുമ്പോൾ ആ ചുരിദാറൊന്നും ഇടണ്ട, ഒരു സാരിയൊക്കെ എടുത്ത് നല്ല കുട്ടിയേറ്റിങ് വായോ. അഖിൽ പറഞ്ഞു. സാരിയോ? ഞാൻ സാധാരണ ചുരിദാറല്ലേ എവിടെ പോകുമ്പോഴും ഇടാറുള്ളത്. ഇനിയിപ്പോൾ പെട്ടെന്ന് സാരി എടുക്കാനൊക്കെ എന്തു പറ്റിയെന്ന് നീതു നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അന്നേരം എടി പൊട്ടി, ഇതൊരു കല്യാണത്തിനാണ് പോകുന്നത്, അപ്പോൾ പിന്നെ ചുരിദാറൊക്കെ ഇട്ടാൽ മതി. ഇത് കല്യാണത്തിന് പോകുന്നത്, അപ്പോൾ പിന്നെ ചുരിദാറൊക്കെ ഇട്ടാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. നീ നല്ലൊരു സാരിയൊക്കെ എടുത്ത് വാ, അതാകുമ്പോൾ നല്ല രസമായിരിക്കുമെന്ന് അഖിൽ അവളെ നിർബന്ധിച്ചു. ഒരു കല്യാണത്തിന് പോകുന്നില്ലല്ലോ, എന്നാൽ പിന്നെ സാരി തന്നെ എടുത്തേക്കാമെന്ന് നീതുവും കരുതാണ്. അങ്ങനെ അവൾ സന്തോഷത്തോടു കൂടെ പോയി സാരിയൊക്കെ എടുത്തിട്ട് മുടിയിൽ കുറച്ച് മുല്ലപ്പൂവൊക്കെ വെച്ച് സുന്ദരിയായി തന്നെ ഒരുങ്ങി വന്നു. സ്വന്തം കഴുത്തിലേക്ക് വീഴാൻ പോകുന്ന കുരുക്കിനെ കുറിച്ച് ആ പാവം പെൺകുട്ടി അതൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. ഹരീഷിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ അവൾ ഏതായാലും അവരോടൊപ്പം തന്നെ കാറിൽ കയറി പോയി. അമ്പലത്തിലെത്തുമ്പോഴും അഖിലിന്റെ കൂട്ടുകാരൻ കല്യാണ ചെറുക്കന്റെ വേഷത്തിൽ കസവും മുണ്ടൊക്കെ എടുത്തിട്ട് അവൾ എങ്ങനെ താലി കെട്ടാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. അഖിൽ അവനോട് രഹസ്യമായി പറഞ്ഞു. എടാ, അവൾക്ക് നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടോ കുഴപ്പമുണ്ടായിട്ടോ ഒന്നുമല്ല, അവൾ വേറൊരുത്തൻ്റെ പുറകെ ആയിരുന്നു. ഇന്ന് അവൻ നാട്ടിലില്ല, അതാ പെട്ടെന്ന് തന്നെ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. നീ ധൈര്യമായിട്ട് തന്നെ അവളെ താലി കെട്ടിക്കോ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്നൊക്കെ പറയും. അമ്പലത്തിലെ മണ്ഡപത്തിൽ കല്യാണത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഹോമകുണ്ടത്തിൽ തീ ആളിക്കത്തുന്നുണ്ട്. ചുറ്റും നാദസ്വരങ്ങളും ശബ്ദമെല്ലാം മുഴങ്ങിക്കേട്ടു. നീതു കാറിൽ നിന്നും ഇറങ്ങി അമ്പലമുറ്റത്തേക്ക് നടന്നു. മണ്ഡപത്തിൽ ചമ്രമണിഞ്ഞിരിക്കുന്ന ആ ഒരു കൂട്ടുകാരനെ കണ്ടപ്പോൾ അവൾക്കൊന്നും തന്നെ മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ അഖിൽ അവളുടെ കൈ മുറുകെ പിടിച്ച് വലിച്ചെളിച്ചുകൊണ്ട് തന്നെ മണ്ഡപത്തിലേക്ക് അങ്ങ് നടന്നു. നീ വന്നേ, ഇവിടെ വന്നിരിക്കാനാ പറഞ്ഞത്, അഖിൽ ഗാംഭീര്യത്തോടെ പറയാണേ. നീതു ഞെട്ടിത്തെറിച്ചു പോയി. അവൻ അഖിലിന്റെ മുഖത്തേക്ക് നോക്കി. അതിന് ഞാൻ എന്തിനാ അവിടെ വന്നിരിക്കുന്നത്? കല്യാണ പെണ്ണല്ലേ അവിടെ വന്നിരിക്കേണ്ടത്. ഏത്? നീ തന്നെയാ പെണ്ണ്, അവൾ പരിഭ്രമത്തോട് ചോദിച്ചു. അഖിൽ ക്രൂരമായൊന്ന് ചിരിച്ചു. കല്യാണ പെണ്ണോ? അത് നീ തന്നെയല്ലേടി കല്യാണ പെണ്ണ്. ഇന്ന് നിന്റെ കല്യാണം നടക്കാൻ പോകുന്നത്. അതൊക്കെ ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്. നീതുവിന് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ പിന്നോട്ട് മാറി. എന്ത്? എൻ്റെ കല്യാണോ? എനിക്ക് ഹരീഷിനെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റൂന്ന് ഞാൻ പറഞ്ഞതല്ലേ. എടി, നീ എന്താ കരുതിയത്? ഹരീഷിനെ മുന്നിൽ നിർത്തിയിട്ട് ഞങ്ങൾ അങ്ങ് വെല്ലുവിളിക്കാമെന്നോ? നടക്കില്ലടി. ഇന്ന് ഈ നിമിഷം ഇവിടെ വെച്ച് നിന്റെ കല്യാണം ഞങ്ങൾ നടത്തും. എനിക്കൊന്ന് കാണണം. നീ ഇനി അവനെ വിളിക്കോ എന്ന് അഖിൽ അലറി. അവൻ ആ കൂട്ടുകാരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എടാ, അവൻ്റെ കഴുത്തിൽ താലി കെട്ടടാ. അവൻ താലിയുമായി എഴുന്നേറ്റ് അഖിലും ആ ഒരു അച്ഛനും ചേർന്നുകൊണ്ട് തന്നെ നീതുവിനെ ബലമായി മണ്ഡപത്തിലേക്ക് ഇരുത്താനും നോക്കി. അവൾ സർവ്വശക്തിയും എടുത്ത് കുതറിമാറാൻ ശ്രമിച്ചു. വിടടാ, എന്നെ തൊട്ടു പോകരുത്, അവൾ നിലവിളിച്ചു. പക്ഷേ അവളുടെ ബലത്തിനു മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനൊന്നും കഴിഞ്ഞില്ല. കൂട്ടുകാരൻ താലിച്ചരട് അവളുടെ കഴുത്തിന് നേരെ നീട്ടിക്കൊണ്ടുവന്നു. അവസാന നിമിഷം ആരും പ്രതീക്ഷിക്കാത്ത വേദത്തിൽ തന്നെ നീതു അവൻ്റെ കയ്യിൽ നിന്നും ആ ഒരു താലിമാല തട്ടിപ്പറിച്ചു. എന്നിട്ട് അത് ദൂരേക്കങ്ങ് വലിച്ചെറിഞ്ഞു. എന്നെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കാമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണേ വേണ്ട, കിതച്ചുകൊണ്ട് തന്നെ നീതു പറഞ്ഞു. അവൾക്ക് അവിടെ നിന്നും മറ്റൊരു വഴിയും തന്നെ ഉണ്ടായിരുന്നില്ല. ആ നിമിഷം തന്നെ പെട്ടെന്ന് അവളുടെ തലയിൽ ഒരു ആശയം മിന്നി. ആ ഒരു വലിയ കളവ്, അവൾ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്നവന് വേണ്ടിയിട്ട് ആ ഒരു വലിയ കളവ് അവൾ പറയാൻ തന്നെ തീരുമാനിച്ചു. നീതു ചുറ്റും നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ എന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കണോ? ഞാൻ 2 മാസം ഗർഭിണിയാണ്. എന്നാൽ ആ വാക്കുകൾ അവിടെയുള്ള ഒരു ബോംബ് പോലെയാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് അങ്ങ് വീണത്. അമ്പലമുറ്റത്തെ നാദസ്വരത്തിൻ്റെ ശബ്ദം പോലും പെട്ടെന്നങ്ങ് നിലച്ചു പോകുന്നത് പോലെ തോന്നിയിട്ട് എല്ലാവരും അങ്ങ് ഞെട്ടി നിന്നു. നീതുവിൻ്റെ അമ്മ തലയിലങ്ങ് കൈവച്ചു പോയി ഇങ്ങ് ഇരിക്കുകയാണ്. ഗർഭിണിയോ? ഈശ്വര! അവൾ കരയാൻ തുടങ്ങി. അതെ, ഹരീഷിൻ്റെ കുഞ്ഞാ ഇപ്പോൾ എൻ്റെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ 2 മാസം പ്രഗ്നൻ്റാ. ഈ സത്യം ഇനി നിങ്ങൾ അറിയണം, നീതു ഒട്ടും പതരാതെ തന്നെ പറഞ്ഞു. എന്നിട്ട് അവൾ ആ കല്യാണ ചെറുക്കൻ്റെ നേരെ തിരിഞ്ഞു. അവളുടെ കണ്ണിൽ തീപ്പൊരി പാറി. ഇനി പറ, മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന എന്നെ തന്നെ നിനക്ക് വിവാഹം കഴിക്കണമെന്നുണ്ടോടാ? പറയടാ. അവൻ്റെ മുഖം അങ്ങ് വിളറി വെളുത്തു. അവൻ അഖിലിനെ നോക്കി. അഖിൽ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അലറി. ഇവൾ ചുമ്മാ കള്ളം പറയുവാടാ. നീ ഇതൊന്നും നോക്കണ്ട. ആ താലി അങ്ങ് എടുത്ത് കെട്ട്, അവളുടെ കഴുത്തിലങ്ങ് കെട്ട്. നീ ഇത് ഒട്ടും വിട്ടുകൊടുത്തില്ല. ഞാൻ കള്ളം പറയാണെന്നാണ് നിങ്ങളുടെ വിചാരം? എങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വാ. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. അവിടെ പോയിട്ട് ചെക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗർഭിണിയാണോ എന്ന് കൺഫേം ചെയ്യേ. എന്നിട്ട് മതി നിങ്ങളുടെ ഈ ഒരു കല്യാണമൊക്കെ. പോകണോ ഹോസ്പിറ്റലിലേക്ക്? അവൾ അഖിലിനെ വെല്ലുവിളിച്ചു. ഇത് കേട്ടതോടുകൂടെ ആ കൂട്ടുകാരന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവൻ അഖിലിനെ നേരെ തിരിഞ്ഞു. എടാ അഖിലേ, ഒരു ഉറപ്പുമില്ലാതെ അവൾ ഇങ്ങനെ പറയത്തില്ല. നീ എന്തിനാടാ എന്നെയും കൂടി ചതിക്കാൻ നോക്കിയത്? മറ്റൊരുത്തൻ്റെ കൊച്ചിനെ വയറ്റിൽ ചുമക്കുന്ന നിന്റെ പെങ്ങളെ നീ എനിക്ക് കെട്ടിച്ചു തന്നതാണോ? എനിക്കിത്ര ഗതികേടൊന്നും വന്നിട്ടില്ലടാ. അവൻ ദേഷ്യത്തോടു കൂടെ താലിച്ചരട് അവിടെ തന്നെ ഇട്ടിട്ട് വേഗം തന്നെ അവിടെ നിന്ന് നടന്നുപോയി. അഖിലിൻ്റെ സകല നിയന്ത്രണവും പോയി. അവൻ നീതുവിൻ്റെ അടുത്തേക്ക് അങ്ങ് പാഞ്ഞെടുത്തു. എടി, നീ കള്ളം പറഞ്ഞതല്ലേടി? നിനക്ക് അവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നീ ചുമ്മാ കള്ളം വിളിച്ചു പറഞ്ഞതല്ലേ? നീതു അവനെ തന്നെ നോക്കിയിട്ട് പുച്ഛത്തോടങ്ങ് ചിരിച്ചു. അതേടാ, ഞാൻ കള്ളം പറഞ്ഞതാടാ. നീ എന്ത് കരുതി ചതിയിലൂടെ എന്നെ ഇവനെ കൊണ്ടങ്ങ് കെട്ടിക്കാമെന്നോ?
അതേ, വേറൊരുത്തിനെ കൊണ്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടലൊന്നും അതൊന്നും ഒരിക്കലും നടക്കില്ല. ഞാൻ ഹരീഷിൻ്റെ പെണ്ണാ. ഹരീഷ് മാത്രമേ എന്നെ വിവാഹം കഴിക്കുള്ളൂ. അവന് വേണ്ടി ഇനി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ്. അവളുടെ ആ വാക്കുകൾക്ക് മുന്നിൽ അഖിലിനും അച്ഛനും അമ്മക്കും പിന്നെ ഒന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല. തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആരെയും കൂസാതെ നീതു അമ്പലമുറ്റത്തുകൂടെ പുറത്തേക്ക് അങ്ങ് നടന്നുപോയി. അങ്ങനെ മനസ്സിൽ ധൈര്യം സംഭരിച്ച് നടക്കുന്ന സമയത്തും ഹരീഷിൻ്റെ മുഖം മാത്രമായിരുന്നു നീതുവിൻ്റെ മനസ്സിൽ. അങ്ങനെ ആ ഒരു വലിയ യുദ്ധം ജയിച്ചതിൻ്റെ ആശ്വാസം അവളുടെ മുഖത്ത് കാണാമായിരുന്നു. കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡാട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.